നമ്മുടെ മക്കള് കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന കുറുക്കുകളിൽ ഒന്നാണ് റാഗി. ചെറുപ്പത്തിലെ അവരെ റാഗി കുറുക്കായിട്ട് കഴിപ്പിക്കാറുണ്ടെങ്കിലും മുതിർന്നു വരുംതോറും അവർക്ക് റാഗി കഴിക്കാനുള്ള മടി കൂടി വരാറുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റാഗി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കർണാടകയിലെ ട്രഡീഷണൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള റാഗി മണ്ണിയാണ് ഇത്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെടും. 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ പോയാൽ ഒരുപാട് മില്ലറ്റ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതിൽ പോളിഷ്ഡ് മില്ലറ്റ്സ് ഉണ്ടാവും, അൺപോളിഷ്ഡ് മില്ലറ്റ്സ് ഉണ്ടാവും, അതുപോലെ സെമി പോളിഷ്ഡ് മില്ലറ്റ്സ് ഉണ്ടാവും. മില്ലറ്റ്സ് വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇന്ന് ഞാൻ റാഗി മണ്ണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രെയിൻ ഫോറസ്റ്റ് എന്നുള്ള ബ്രാൻഡിന്റെ ഓർഗാനിക് മില്ലറ്റ്സ് ആണ്. ഓർഗാനിക് മില്ലറ്റ്സ് കൂടാതെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇത് തമിഴ്നാട്ടിലെ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കൂടെ പ്രവർത്തിച്ച് നാച്ചുറലായുള്ള ഫാമിംഗ് രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് ആണ്. 500-ൽ പരം ജൈവ കർഷകർ 2500 ഏക്കർ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്രെയിൻ ഫോറസ്റ്റിൻ്റെത്. ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ 300-ൽ പരം സ്ത്രീ സംരംഭകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗ്രെയിൻ ഫോറസ്റ്റിന്റെ പ്രോഡക്ട്സ് കാണാനും വാങ്ങാനും ആയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. റാഗി മണ്ണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റാഗി മണ്ണി തയ്യാറാക്കാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് റാഗി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റാഗിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് കഴുകിയെടുക്കാം. മില്ലറ്റ്സിൽ വെള്ളത്തിൽ അരിഞ്ഞു ചേരുന്ന വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇത് പലതും നമ്മൾ വെള്ളത്തിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മില്ലറ്റ്സ് എപ്പോഴും പതുക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഓർഗാനിക് മില്ലറ്റ്സ് വാങ്ങണം എന്ന് പറയാനുള്ള ഒരു റീസണും. ഈ വെള്ളം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം. റാഗി ഇപ്പോൾ നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ആവശ്യമുണ്ട്. നാളികേരം ഒന്ന് ചിരകിയെടുക്കാം. 1 കപ്പ് റാഗിക്ക് ഞാനിവിടെ 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത റാഗിയും അതിൻ്റെ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിരകി വെച്ച നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. റാഗി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പയോ തുണിയോ വെച്ച് നമുക്കിത് അരിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. കൈ ഉപയോഗിക്കാതെ തന്നെ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പാച്ചുല വെച്ച് അരിച്ചെടുക്കുന്നത്. നമ്മുടെ കൈയുടെ ചൂട് തട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തുണി വെച്ചും വേണമെങ്കിൽ അരിച്ചെടുക്കാം. നന്നായി ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നമുക്കൊരു 3 പ്രാവശ്യമാണ് ഇത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ മുഴുവൻ പാലും കിട്ടി ഇതുപോലെ റാഗി നല്ല റെഡ് കളറായിട്ട് വരും. ഈ സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ അത്യാവശ്യം വലിയൊരു അരിപ്പയിലാണ് അരിച്ചെടുത്തത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ചെറിയ അരിപ്പയിലൂടെയും കൂടിയും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച പാല് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. മധുരത്തിനായി ഞാൻ ഗ്രെയിൻ ഫോറസ്റ്റിൻ്റെ തന്നെ ഓർഗാനിക് ജാഗ്രി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരിയിച്ചെടുക്കാം. ജാഗ്രി പൗഡർ അല്ലെങ്കിൽ ശർക്കര പൊടിയൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓർഗാനിക് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ മായം അധികം കലർന്നിട്ടുണ്ടാവില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ജാഗ്രിയൊക്കെ തിരഞ്ഞെടുക്കാൻ. തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിശ്രിതം അടുപ്പിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം.
അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ശർക്കരപ്പാനി കൂടി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കുറയ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം ശർക്കരയുടെ. ഇനി ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോൾ തന്നെ നന്നായി തിക്കായി വരുന്നത് കാണാം അടിയിൽ നിന്ന്. ആ സമയത്തൊക്കെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് നന്നായി കട്ട പിടിച്ച് പോവും. ഇത് നന്നായിട്ട് ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുകൊണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഉടച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗീ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രെയിൻ ഫോറസ്റ്റിൻ്റെ തന്നെ ഓർഗാനിക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കും ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ റെഡി ആവാറാവുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് കുമിളകൾ വരുന്നത് കാണാം മുകളിലായിട്ട്. ഒരു സമയത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ സ്മൂത്തായിട്ടുള്ള റാഗി മണ്ണി ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടാറി വരുമ്പോൾ തന്നെ ഇത് സെറ്റായി വരും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അത് തനിയെ തന്നെ വിട്ട് വരുന്നതായിട്ട് കാണാം, ജെല്ലി പോലെ തന്നെ. അപ്പോൾ നമുക്ക് പതുക്കെ കത്തി കൊണ്ട് വെറുതെ ഒന്ന് സൈഡുകളിൽ ഒന്ന് സ്മൂത്തായിട്ട് വിരിച്ചു കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. റാഗി മണ്ണി റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ദിവസം വരെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.